ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സംതിങ് മേക്കേഴ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഗൈസ്. സെബ്രോണിക്സിൻ്റെ ഹോം തിയേറ്ററാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അമ്മുമ്മയാണ് ഗൈസ് നമുക്ക് ഈ ഹോം തിയേറ്റർ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ച് തന്നിട്ടുള്ളത് ഗൈസ്. ഈ സെബ്രോണിക്സിൻ്റെ ഈ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ സെബ്രോണിക്സ് സെബ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ മോഡലിൽ ഉള്ള ഹോം തിയേറ്ററാണ് ഗൈസ്. 5.1 ചാനലാണ് ഗൈസ് ഇതിലുള്ളത്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. FM സപ്പോർട്ടാവും, USB സപ്പോർട്ടാവും, ഓട്സ് സപ്പോർട്ടാവും ഗൈസ്. പിന്നെ ഇതിന് നല്ല 13.33 സെൻറ്റിമീറ്റർ വലുതായിട്ടുള്ള സബ് വൂഫറാണ് ഇതിലുള്ളത്. പിന്നെ നല്ല പവർഫുൾ ബാസ് ആയിട്ടുള്ള സൗണ്ടാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇതിൽ നല്ല ഒരു സ്റ്റൈൽ ആൻഡ് ഡിസൈനാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിട്ട് തെർമോകോൾ പാക്കേജിങ് ആണ് ഉള്ളത്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇപ്പോൾ ഇത് എടുത്തു മാറ്റാം. ഇപ്പോൾ ആദ്യം ഇതാണ് നമ്മുടെ സബ് വൂഫർ വരുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ സബ് വൂഫർ. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല ഡിസൈനാണ്. മാറ്റി വയ്ക്കുക. എല്ലാം ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം ഗൈസ്. പിന്നെ ഈ ഒരു തെർമോകോളിനാണ് നമ്മുടെ സ്പീക്കേഴ്സൊക്കെ ഉള്ളത്. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു ഗൈസ്. അതാണ് ഇത് അളവിയിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമുക്ക് ഇതിൻ്റെ ഒപ്പം 5 സാറ്റലൈറ്റ് സ്പീക്കേഴ്സാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. എല്ലാത്തിനും സെയിം ഡിസൈനാണ് ഗൈസ് തന്നിട്ടുള്ളത് അവർ. ഇതേപോലത്തെ 5 സ്പീക്കറാണ് സീൽ വന്നിട്ടുള്ളത്. എല്ലാത്തിനും ഒരേപോലത്തെ ഡിസൈനാണ്. സീലുള്ള ഡിസൈൻ തന്നെയാണ്. നല്ല അടിപൊളി ഡിസൈനാണ്. പിന്നെ ഇത് വുഡാണ്. പിന്നെ ഇത് ഫൈബറാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഹോം തിയേറ്ററാണ്. ഫൈബറിൽ വുഡിലൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്ററാണ് ഇത്. നല്ല ടൈറ്റ് പാക്കേജിങ് ആണ് ഇത്. നല്ല അടിപൊളി പാക്കേജിങ് ആണ്. പാക്കേജിങ്ങിനെ തന്നെ 10 ഔട്ട് ഓഫ് 10 കൊടുക്കണം. നമ്മളപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വന്ന ആക്സസറീസ് നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് ആക്സസറീസിൻ്റെ പാക്കറ്റ്. ഇതിൻ്റെ കൂടെ ആക്സസറീസിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരു കേബിളൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് അതിൽ ഹോട്ട്സ്പോട്ടിലായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾ എന്ന് പറയുന്നത്. ഇതാണ് ആ കേബിള്. ഇങ്ങനെയാണ് ഇതുള്ളത്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതേപോലത്തെ ഒരു വലിയൊരു ഹോം തിയേറ്ററൊക്കെ വാങ്ങിക്കണമെന്ന്. അതിപ്പോൾ നടന്നിരിക്കുകയാണ്. അമ്മൂമ്മ ഗിഫ്റ്റ് വാങ്ങിച്ചെന്നാണ്. ഇത് യൂസർ മാനുവലാണ്. എല്ലായിടത്തും യൂസർ മാനുവൽ വലിയ ബുക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. ഈ ഡിജിറ്റലാണ്. വേണമെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് യൂസർ മാനുവൽ വായിക്കാവുന്നതാണ്. എല്ലാവരും ഈ പേപ്പർ പോലെ വന്ന് ചവറായിട്ട് അതില്ല ഗൈസ്. പിന്നെ ഇതിൽ ബാറ്ററീസ് നമുക്ക് ഇതിൻ്റെ കൂടെ വരത്തില്ല ഗൈസ്. നമ്മൾ തന്നെ വാങ്ങിക്കേണ്ടതാണ്. ബാറ്ററിയൊക്കെ ടൈറ്റായിട്ടാണുള്ളത്. അത് തുറക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കണ്ടോ ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇല്ല ഗൈസ്. ഇവിടെ കൺട്രോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് റിമോട്ടിൻ്റെ ആവശ്യം അധികമില്ല. പക്ഷെ റിമോട്ട് നല്ലതാണ് ഗൈസ്. നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ബോക്സിലുള്ളത്. നമുക്ക് TV കണക്ട് ചെയ്തതിൻ്റെ ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഇത് പിന്നെ ഏറ്റവും പറയാൻ വിട്ടുപോയ കാര്യം RMS ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 90 വാട്ട്സ് ആണ്. നമുക്ക് എന്തായാലും ഇത് TV കണക്ട് ചെയ്യാൻ നോക്കാം ഗൈസ്.
വയറ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ ഓണായിട്ടുണ്ട്. നമുക്കിനി സ്പീക്കറെ കണക്ട് ചെയ്തിട്ടാണ് പാട്ട് കേൾക്കാനുള്ളത്. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ റിവ്യൂവും ടെസ്റ്റിങ്ങും നോക്കാം ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറിൽ ബാസ് കൂട്ടേണ്ട സംഭവം, ട്രബിൾ കൂട്ടേണ്ട സംഭവം, വോളിയം കൂട്ടേണ്ട സംഭവമൊക്കെ ഇവർ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ USB കുത്താനുള്ള സ്ഥലവും, പിന്നെ ഇതിലാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ഷനും USB കണക്ഷനും, പിന്നെ ഓക്സ് കണക്ഷനും FM കണക്ഷനും ഓക്സ് കണക്ഷനും ഉണ്ട് ഗൈസ് ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു, പിന്നെ ഇതിൻ്റെ കൂടെ 5 മിനി സ്പീക്കറാണ് തന്നിട്ടുള്ളത്. ഇത് 45 വാട്ടിൻ്റെ ഒരു സബ് വൂഫറും 5 സ്പീക്കറും 9 വാട്ടിൻ്റെ ആണ്. മൊത്തം 90 വാട്ട്സ് ആണ്. 90 വാട്ട്സിൽ തന്നെ ഞങ്ങളുടെ വീടൊക്കെ കുലുങ്ങുന്ന അത്ര സൗണ്ടാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാസും എല്ലാ സാധനവും ചെക്ക് ചെയ്യാൻ നോക്കാം ഗൈസ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ് ഇത് പാതി വോളിയത്തിലാണ് വച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും സൗണ്ടാണ്. ഫുൾ വോളിയം ഭയങ്കര ബാസാണ്. ഇങ്ങനെയാണ് ഇവിടെ വെച്ചാൽ ഇങ്ങനെയാണ് ഇതിന്റെ സൗണ്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഗൈസ് ഇത് ഈ സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഫുൾ വോളിയത്തിൽ വെച്ച് ആണെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം ക്യാപ്പിച്ചോളൂ. ഇതിന് ഫുൾ വോളിയത്തിൽ വെച്ച് നിറയെ പ്രാവശ്യം ക്യാപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അതാണ് ഞാൻ പറയുന്നൊന്നും കേൾക്കാനും പറ്റൂല. തൽക്കാലത്തെ വേണ്ടി ബാസും കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല വോളിയം കുറച്ച് പാതി വരെ കൂട്ടിയിട്ടാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ഈ 5.1 ഒക്കെ ഇങ്ങനെയാണ് വച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്നും അടുക്കി വെച്ചിട്ടില്ല. ഇനി വേറെ സിനിമ കാണുമ്പോഴോ പാട്ട് കാണുമ്പോഴോ വേണം ഇതൊക്കെ സെറ്റാക്കി വെക്കാൻ. അപ്പോൾ ഈ സ്പീക്കർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്പീക്കറിൻ്റെ വില എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഓഫർ പ്രൈസിന് 3000 രൂപയ്ക്ക് കിട്ടിയതാണ് ഗൈസ്. പിന്നെ ഇത് ഗിഫ്റ്റ് കിട്ടിയാണ്. സമ്മുമ്മ വാങ്ങിച്ചു തന്നതാണ് ഗൈസ്. പിന്നെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റ് 3700 രൂപയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.